ഫ്രണ്ട്സ്, ഒരു തെറ്റ് നിങ്ങൾ വീണ്ടും ചെയ്യില്ല എന്ന് തീരുമാനിച്ചിട്ടും വീണ്ടും വീണ്ടും ആ തെറ്റ് നിങ്ങൾ ആവർത്തിക്കാറുണ്ടോ? ഉദാഹരണം പറയുകയാണെങ്കിൽ, ആവശ്യമില്ലാത്ത ബന്ധങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു കടക്കാൻ കഴിയാതെ വരുന്നുണ്ടാകാം. ഇനി അതല്ല, എത്ര പ്രോമിസുകൾ ചെയ്തിട്ടും ഒരേ രീതിയിൽ തന്നെ നിങ്ങളുടെ പണം ഇങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുന്നുണ്ടാകാം. ഇതൊക്കെ നമുക്ക് ബുദ്ധി ഇല്ലാത്തത് കൊണ്ട് സംഭവിക്കുന്നതാണോ ഫ്രണ്ട്സ്? ഒരിക്കലും അല്ല. ഇവിടെ നമ്മുടെ കോൺഷ്യസ് മൈൻഡ് ഒരു കാര്യം ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഏതോ രീതിയിലുള്ള ഒരു പാറ്റേൺ ഇങ്ങനെ ഫോളോ ചെയ്യുന്നതാണ് ഇതിന് കാരണമായിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു പാറ്റേണിനെ നമ്മൾ ആദ്യം ബ്രേക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെ പാറ്റേണിനെ ബ്രേക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് നമ്മുടെ മനസ്സിനെ കുറിച്ച് അറിയേണ്ടതായിട്ടുണ്ട്. നമ്മുടെ മനസ്സ് എന്ന് പറയുന്നത് കോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ് ഈ രണ്ട് ഭാഗങ്ങളോട് കൂടിയതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ കാണാൻ കഴിയുന്നത് പോലെ കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഉപരിതലത്തിൽ കാണപ്പെടുന്ന ഐസ്ബർഗ് പോലെ അത്രയും ചെറുതാണ്. അതായത് കോൺഷ്യസ് ആയിട്ടുള്ള തോട്ട്സ് അല്ലെങ്കിൽ കോൺഷ്യസ് ആയിട്ട് നമ്മൾ എടുക്കുന്ന ഡിസിഷൻസ് ഇത്രയും തീരെ ചെറുതായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. എന്നാൽ സബ് കോൺഷ്യസ് ലെവലിലേക്ക് വരുമ്പോൾ നമ്മുടെ പാസ്റ്റ് എക്സ്പീരിയൻസ്, നമ്മുടെ ബിലീഫ്, നമ്മുടെ ഹാബിറ്റ്സ്, നമ്മുടെ ഇമോഷണൽ പാറ്റേൺ ഇതെല്ലാം ഇത്രയും ഡീപ്പ് ലെവൽ, അതായത് ഈ ഐസ്ബർഗിൻ്റെ അടിഭാഗത്ത് കാണുന്നത് പോലെ ഡീപ്പ് ലെവലിൽ എപ്പോഴും സ്റ്റോർഡ് ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ എത്ര പ്രോമിസുകൾ എടുത്തിട്ടും ഏതെങ്കിലും രീതിയിലുള്ള ഒരു സാഹചര്യം വരുന്ന സമയത്ത് നമ്മൾ പഴയതുപോലെ ഇങ്ങനെ റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്ത് താൻ അത്ര പോരാ എന്നുള്ള രീതിയിലാണ് വളർന്നു വന്നത്. അതായത് മറ്റുള്ളവരുമായിട്ട് ഈ കുട്ടി എപ്പോഴും കമ്പയർ ചെയ്യപ്പെടുമായിരുന്നു. അങ്ങനെയുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് അയാളിലുള്ള പാറ്റേൺ എന്ന് പറയുന്നത് എപ്പോഴും വാലിഡേഷൻ തേടുന്ന ബന്ധങ്ങളായിരിക്കും അദ്ദേഹം തിരഞ്ഞെടുക്കുക. കാരണം ഈ മൈൻഡിന് ഫെമിലിയർ ആയിട്ടുള്ള പാറ്റേൺ വളരെ സേഫ് ആയിട്ട് ഫീൽ ചെയ്യും. അതുകൊണ്ടാണ് എത്രയൊക്കെ ഡിസ്റെസ്പെക്റ്റ് ഫേസ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാലും ആ വ്യക്തി അതെല്ലാം ടോളറേറ്റ് ചെയ്ത് ആ വ്യക്തിയുടെ കൂടെയോ അല്ലെങ്കിൽ ആ ഗ്രൂപ്പിൻ്റെ കൂടെയോ കൂടുന്നത്. ഇനി ഇവിടെ എല്ലാവരും ചെയ്യുന്ന ഒരു തെറ്റെന്ന് പറയുന്നത്, ഈ പ്രോമിസുകൾ പാലിക്കപ്പെടാൻ കഴിയാതെ വരുമ്പോൾ നമ്മൾ സ്വയം നമ്മളെ ഇങ്ങനെ ബ്ലെയിം ചെയ്തുകൊണ്ടേയിരിക്കും. ഒരു കാരണവശാലും നമ്മൾ നമ്മളെ ബ്ലെയിം ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ നമ്മുടെ ഈ പാറ്റേൺ നമ്മൾ ബ്രേക്ക് ചെയ്യുന്നിടത്ത് നമുക്കൊരു വിജയിയായി മാറാൻ കഴിയും. അപ്പോൾ എങ്ങനെ ഈ പാറ്റേൺ ബ്രേക്ക് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യം തന്നെ ഈ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് നോട്ടീസ് യുവർ പാറ്റേൺ. അതായത് ഒരു തെറ്റ് സംഭവിച്ചതിന് ശേഷം മാത്രമല്ല, തെറ്റ് സംഭവിക്കുന്നതിന് മുൻപ് തന്നെ ഈ ഒരു ട്രിഗർ നിങ്ങൾ കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. എപ്പോഴാണ് നിങ്ങൾ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത്? നിങ്ങൾക്ക് എപ്പോഴെങ്കിലും സ്ട്രെസ് വരുമ്പോഴാണോ, ഫിയർ വരുമ്പോഴാണോ, ഇനി ആരെങ്കിലും നിങ്ങളെ റിജക്റ്റ് ചെയ്യുമ്പോഴാണോ, അതോ നിങ്ങൾ ഇനി ഒറ്റപ്പെട്ട് ഒരു ലോൺലിനെസ്സിൽ നിൽക്കുമ്പോഴാണോ, എപ്പോഴാണ് നിങ്ങൾക്ക് ഈ ട്രിഗർ ഉണ്ടാകുന്നത്? രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഐഡൻറ്റിഫൈ ദ ബിലീഫ്. അതായത് ഈ പാറ്റേണിന് പിറകിലുള്ള നിങ്ങളുടെ വിശ്വാസം എന്താണ്? ഏത് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഈ ഒരു പാറ്റേണിലേക്ക് അല്ലെങ്കിൽ ഈ പ്രോമിസ് നിങ്ങൾ ബ്രേക്ക് ചെയ്യുന്നത്? നിങ്ങൾ ഒറ്റപ്പെടുമോ എന്നുള്ളൊരു ഭയം കൊണ്ടാണോ? നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കാൻ കഴിയില്ല എന്നുള്ളതാണോ? എല്ലാവരും നിങ്ങളെ തള്ളിക്കളയുന്നു എന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ? ഓരോ മനുഷ്യനെ സംബന്ധിച്ച് ഓരോ രീതിയിലുള്ള വിശ്വാസങ്ങളാണ്. ആ വിശ്വാസം എന്താണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കുക. അപ്പോൾ ഈ പാറ്റേൺ ബ്രേക്ക് ചെയ്യുവാൻ ആദ്യം നമ്മുടെ വിശ്വാസത്തെ നമുക്ക് മാറ്റേണ്ടതായിട്ടുണ്ട്. ഈ രണ്ട് കാര്യങ്ങൾ കണ്ടുപിടിച്ചതിന് ശേഷം ഇനി നിങ്ങൾക്ക് ഒരു ബുക്ക് എടുക്കാം അല്ലെങ്കിൽ ഒരു പേപ്പർ എടുക്കാം. പേപ്പറും പേനയും എടുത്തതിന് ശേഷം ഞാൻ താഴെ പറയുന്ന ഈ 3 ചോദ്യങ്ങൾ നിങ്ങളുടെ ബുക്കിലേക്ക് ഒന്ന് എഴുതുക. ആദ്യത്തെ ചോദ്യം ഇതാണ്: നിങ്ങൾ നിരന്തരമായിട്ട് ആവർത്തിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റെന്താണ്? അതായത് എത്ര പ്രോമിസുകൾ നിങ്ങൾ ആർക്കെങ്കിലും ഒക്കെ കൊടുക്കുന്നുണ്ടാകാം, നിങ്ങളോട് തന്നെ ചെയ്യുന്നുണ്ടാകാം, നിങ്ങളത് ബ്രേക്ക് ചെയ്യുന്നു. അപ്പോൾ ആവർത്തിച്ച് നിങ്ങൾ ചെയ്യുന്ന ആ തെറ്റെന്താണ്? അതാദ്യം എഴുതുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ: ആ തെറ്റ് ചെയ്യുവാൻ തക്കവണ്ണം നിങ്ങളെ പ്രേരിപ്പിക്കുന്ന ട്രിഗർ എന്താണ്? എന്ത് ട്രിഗർ ഉണ്ടാകുന്ന സമയത്താണ് നിങ്ങൾ ആ തെറ്റ് നിരന്തരമായിട്ട് ആവർത്തിച്ച് ചെയ്യുന്നത്? അതിൻ്റെ ആൻസർ എഴുതുക. വിശദമായിട്ട് തന്നെ എഴുതിക്കോ, ഒരു കുഴപ്പമില്ല. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇനി നെക്സ്റ്റ് ടൈമിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇനി ഏത് രീതിയിലായിരിക്കും റെസ്പോണ്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുവാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഇപ്പോൾ ഈ 3 ക്വസ്റ്റ്യൻസിൻ്റെയും ആൻസർ നിങ്ങൾ എഴുതി കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടിട്ടൊന്നുമില്ല. ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ളത് എന്താണ്? ഒരു ഡയറക്ഷനാണ്. ഒരു ട്രിഗർ വരുമ്പോൾ അല്ലെങ്കിൽ ആ തെറ്റ് സംഭവിക്കുമ്പോൾ നിങ്ങൾ ഇനി എടുക്കാൻ പോകുന്ന ഡിസിഷൻ അല്ലെങ്കിൽ നിങ്ങൾ ഇനി എടുക്കാൻ പോകുന്ന ഒരു പാറ്റേൺ എന്താണെന്നുള്ളത് നിങ്ങളിപ്പോൾ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അതായത് ഒരു ഡയറക്ഷൻ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് അൺകോൺഷ്യസ് ആയിട്ടുള്ള ഒരു പാറ്റേണിനെ കോൺഷ്യസ് ആക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. കാരണം കൃത്യമായിട്ടുള്ള ഒരു ഡയറക്ഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണോ ഇനി നമ്മൾ ഇതിന് പകരമായിട്ട് ചെയ്യാൻ പോകുന്ന ഒരു ഹാബിറ്റ് ഉണ്ടല്ലോ, അതൊരു പോസിറ്റീവായിട്ടുള്ളൊരു ഹാബിറ്റ് ആയിരിക്കും. അത് നിരന്തരമായിട്ട് റിപ്പീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ചെയ്യേണ്ടത്. കാരണം ഒരു ആക്ഷൻ റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ചെയ്ത് വന്നപ്പോഴാണ് നമ്മുടെ മൈൻഡിൽ അതൊരു പാറ്റേൺ ആയി മാറിയത്. അപ്പോൾ നിങ്ങൾ എത്ര വില കൊടുത്തിട്ടാണെങ്കിലും
നിങ്ങൾ ചെയ്തിട്ടുള്ള പ്രോമിസ്. അപ്പോൾ ആ പ്രോമിസ് ബ്രേക്ക് ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇപ്പോൾ കൊടുത്തിട്ടുള്ള ഒരു ഡയറക്ഷൻ ഉണ്ട്. ആ ഒരു ഡയറക്ഷൻ നിങ്ങൾ നിരന്തരമായിട്ട് ഒന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് ഈ ഒരു ആക്ഷൻ നിരന്തരമായിട്ട് ചെയ്തു വരുമ്പോൾ അത് നമ്മുടെ മൈൻഡിൽ ഒരു പാറ്റേൺ ആയി രൂപപ്പെടുമെന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ പ്രോമിസുകളെ പാലിക്കുവാൻ കഴിയും. ആദ്യം ചെയ്യേണ്ടത് തെറ്റുകൾ കണ്ടുപിടിക്കുക. ആ തെറ്റുകൾ ഉണ്ടാകുന്ന ട്രിഗർ എന്താണെന്ന് കണ്ടുപിടിക്കുക. അതിനുശേഷം കൃത്യമായിട്ടുള്ളൊരു ഡയറക്ഷൻ നമ്മൾ അതിന് കൊടുക്കുക. അതിനുശേഷം അത് റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ചെയ്യാനായിട്ട് പരിശ്രമിക്കുക. ഫ്രണ്ട്സ്, നമ്മുടെ പാസ്റ്റ് ഒരിക്കലും നമ്മുടെ ഫ്യൂച്ചർ നിർവചിക്കുന്നതേയില്ല. അതുകൊണ്ട് അടുത്ത തവണ നിങ്ങൾ പ്രോമിസ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യം ബ്രേക്ക് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങളുടെ ബിലീഫ് ഒന്ന് മാറ്റി എഴുതാനായിട്ട് ശ്രമിക്കുക. കൃത്യമായിട്ടുള്ള ഒരു ഡയറക്ഷനിലൂടെ റിപ്പീറ്റഡ് ആയിട്ട് അത് ചെയ്യുന്നതിലൂടെ തീർച്ചയായിട്ടും നമ്മുടെ മെൻ്റൽ പാറ്റേണിനെ നമുക്ക് മാറ്റുവാൻ കഴിയും. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങളുടെ മെൻ്റൽ പാറ്റേൺ ഏത് രീതിയിലാണ് എന്നുള്ളത് വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് കമൻറ്റ് ചെയ്യാം. അതിനനുസരിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ ഞാൻ നിങ്ങൾക്കായിട്ട് നൽകുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്.